പരിശുദ്ധമായ സൂറത്തുൻ നൂറിൻ്റെ ചർച്ചയുടെ പ്രാരംഭ ഭാഗത്താണ് നമ്മളുള്ളത്. അല്ലാഹു നമ്മുടെ ജീവിതത്തിലുടനീളം പകർത്താനും കൊണ്ടു നടക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു പാഠം ഉൾക്കൊള്ളാനുള്ള ഭാഗ്യം നൽകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൻ അൻസൽനാഹാ വഫറദ്നാഹാ വഅൻസൽനാ ഫീഹാ ആയാതിൻ ബയ്യിനാതിൻ ലഅല്ലകും തദക്കറൂൻ. സൂറത്തുൽ അൻസൽനാ, നാം ഇറക്കിയ ഒരു സൂറത്ത്. നാം അതിൻ്റെ ആദ്യ ഭാഗം ലളിതമായി ചർച്ച ചെയ്തു. നാം ഇറക്കിയ ഒരു സൂറത്ത്. വഫറദ്നാഹ, അതിനെ നമ്മൾ നിയമമാക്കുകയും ചെയ്തു. എന്നിട്ട് വീണ്ടും അല്ലാഹു പറയാണ് വഅൻസൽനാ ഫീഹാ ആയാതിൻ ബയ്യിനാത്, അതിൽ നമ്മൾ വ്യക്തമായ ഒരുപാട് ആയാത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ, പാഠങ്ങൾ ഇറക്കിയിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരൊറ്റ ആയത്തിൽ അല്ലാഹു അൻസൽന എന്ന പദം പ്രയോഗിക്കുന്നത് 2 തവണയാണ്. അൻസൽന എന്ന് പറഞ്ഞാൽ തന്നെ മുകളിൽ നിന്ന് താഴോട്ടിറങ്ങുന്നതിനെ പറയുള്ളൂ. അപ്പൊ ഇവിടെ ഉദ്ദേശം അല്ലാഹുവിൽ നിന്ന് നമ്മളിലേക്ക് ഇറങ്ങുന്ന വ്യക്തമായ ചില നിയമങ്ങൾ. എന്തിനാണിത്? ലഅല്ലകും തദക്കറൂൻ. ഈ നിയമങ്ങൾ കേൾക്കണം. കേട്ടാൽ പോരാ, ഉൾക്കൊള്ളണം. ഉൾക്കൊണ്ടാൽ പോരാ, ജീവിതത്തിൽ പാഠമായി സ്വീകരിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒന്നാമത്തെ ആയത്ത്, ഇതിനെപ്പറ്റി, ഈ സൂറത്തിനെ പറ്റി മുതവല്ലി ശഅറാവി റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ പറഞ്ഞത് ജീവിതമാകെ പ്രകാശിക്കാനുള്ളതാണ് ഈ സൂറത്ത്. ഈ സൂറത്ത് പഠിച്ച് അത് നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലായി കൊണ്ടുവരുമ്പോ, പ്രാക്ടീസ് ചെയ്യുമ്പോ നമ്മുടെ ജീവിതത്തിൽ വലിയ നൂറ് പ്രകാശം കടന്നു വരും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മൾ അതിന്റെ ആദ്യത്തെ പോയിന്റ് ചർച്ച ചെയ്തു തുടങ്ങി. ഒന്നാമത്തെ നിയമം തന്നെ അസ്സാനിയതു വസ്സാനി ഫജ്ലിദു കുല്ല വാഹിദിൻ മിൻഹുമാ മിഅത ജൽദ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഒന്നാമത്തത് അസ്സാനിയതു വസ്സാനി, വ്യഭിചരിക്കുന്നവരും വ്യഭിചരിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും അവരെ ശക്തമായ ശിക്ഷയ്ക്ക് വിധേയമാക്കാനുള്ള താക്കീതാണ് ഇസ്ലാമിലെ ഒന്നാമത്തെ നിയമം. ഈ സൂറത്ത് പഠിപ്പിക്കുന്ന ഒന്നാമത്തെ പ്രഥമ നിയമം, നമ്മൾ അല്ലാഹുവിന്റെ ഖലീഫമാരാണ്, അല്ലാഹുവിന്റെ പ്രതിനിധികൾ. ഈ ഇസ്ലാമും ഇസ്ലാമിന്റെ ചിട്ടയും മുസൽമാൻ എന്ന സംസ്കാരവും നമ്മളിലൂടെ വായിക്കപ്പെടണം. അതിന് ഒന്നാമതായി നമ്മൾ ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ടത് ചാരിത്ര ശുദ്ധിയാണ്. വ്യഭിചാരത്തിൽ നിന്ന് അകലുക എന്നുള്ളതാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മിഅ്റാജിന്റെ അന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടത്തേക്ക് ഒരുപാട് സാമ്പിൾ കാണിച്ചു കൊടുക്കാണ്. കൂട്ടത്തിൽ ഒരു സാമ്പിളാണല്ലോ നരകത്തിൽ ഒരു കൂട്ടം ആളുകൾ. അവരങ്ങനെ വെന്തുരുകിക്കൊണ്ടിരിക്കുന്നു. വല്ലാതെ കഷ്ടത്തിലാകുമ്പോ അവർ ആ നരകത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ ശ്രമിക്കുന്നു. പുറത്തേക്ക് വരാൻ ശ്രമിക്കുമ്പോ ആ നരകത്തിന്റെ കവാടം കൊട്ടിയടക്കപ്പെടുന്നു. നരകം ഓപ്പൺ ആയിട്ട് ഇങ്ങനെ കിടക്കുക. അപ്പൊ ഒരു വിഭാഗം ചാമ്പനായി കത്തിക്കരിഞ്ഞ് കഷ്ടപ്പെട്ട് അവർ
കിട്ടുന്നതോ ചീഞ്ചലമാണ്. അത് കുടിച്ച് പൊറുതികേടാകുമ്പോ അവരങ്ങനെ പുറത്തേക്ക് വരാനായിട്ട് ശ്രമിക്കും. എത്തുമ്പോൾ വീണ്ടും അത് അടക്കപ്പെടും. വല്ലാത്തൊരു ദുരന്തമുള്ള കാഴ്ച. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, യാ ജിബ്രീൽ മൻ ഹൗലാഇ, ഇത്രമേൽ കഷ്ടപ്പെടുന്ന ഈ വിഭാഗമാരാണ്? ഹും അസ്സുനാത്ത്, അവർ വ്യഭിചരിക്കുന്നവരാണെന്ന് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം പഠിപ്പിച്ചു കൊടുക്കുന്നു. അല്ലാഹു നമുക്ക് അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഹലാലായ സന്തോഷങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ആ ഹലാലിന്റെ അപ്പുറത്ത് അല്ലാഹു ചില ബൗണ്ടറികൾ വെച്ചിട്ടുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. അതനുസരിക്കേണ്ടവരാണ് നമ്മൾ. കാരണം നമ്മളോട് അർവാഹകളുടെ ലോകത്ത് വെച്ച് അല്ല പറഞ്ഞു, അല്ല ചോദിച്ചു, അലസ്തു ബി റബ്ബിക്കും, ഞങ്ങളെ റബ്ബനല്ലേ, ഞങ്ങളെ റബ്ബല്ലേ? അപ്പോ ബല എന്ന് പറഞ്ഞവരാണ് നാം ഈ കാണുന്ന മുസ്ലിങ്ങൾ. അല്ലാഹു നിലനിർത്തി തരട്ടെ. അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളെ റബ്ബല്ലേ? നമ്മൾ എന്റെ റബ്ബ് നീയാണെന്ന് ബോധ്യപ്പെട്ടു. ഖാലൂ ബല, അതേ എന്ന് ആത്മാക്കളുടെ ലോകത്ത് വെച്ച് പറഞ്ഞതുകൊണ്ടാണ് അൽഹംദുലില്ലാഹ് നമ്മൾ ഇന്ന് മുസ്ലിങ്ങളായിട്ടുള്ളത്. അത് അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾക്കും ഇച്ഛകൾക്കും അപ്പുറം അല്ലാഹു പറഞ്ഞ വിധിവിലക്ക് അപ്രകാരം കേൾക്കാൻ സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അന്നും ബല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ നമുക്ക് വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. അത് ഖലീഫത്തുല്ലാഹ്, നമ്മൾ അല്ലാഹുവിന്റെ പ്രതിനിധിയാണ്. അല്ലാഹുവിന്റെ പ്രതിനിധി എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു പത്രേ അല്ലാഹുവിന്റെ പ്രതിനിധികളായി ദുനിയാവിലേക്ക് വന്നവരാണ് നമ്മൾ. അല്ലാഹു നിലനിർത്തി തരട്ടെ. അതിൽ ഏറ്റവും വേണ്ടത് നമ്മളൊക്കെ പറക്കുന്ന നമ്മുടെ മാതാപിതാക്കളുടെ ദാമ്പത്യം. നമ്മൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് നമ്മളിലൂടെയാണ് പ്രൊഡക്ഷൻ സൃഷ്ടിക്കുന്നത്. അപ്പോ നമ്മുടെ ആ ബന്ധം അത് പൂർണ്ണമായും ഹലാലാവണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വിവാഹം മുതൽ, ദാമ്പത്യം മുതൽ, കുഞ്ഞ് പറക്കുന്നത് മുതൽ ആ ഖലീഫ എന്ന ഉത്തരവാദിത്വം ചിന്തിക്കലും ഓർക്കലും പ്രധാനമാണ്. അതുകൊണ്ടാണ് സയ്യിദ്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കുട്ടി നന്നാകാനുള്ള ഒന്നാമത്തെ ബാധ്യതയായി ആദ്യ ബാധ്യതകൾ പറയുന്നിടത്ത് പറഞ്ഞത്, ഒരാണെന്ന നിലക്ക് ആ മോനെ പരിപാലിക്കാൻ പറ്റുന്ന നല്ല ഒരു പെണ്ണിനെ നീ കല്യാണം കഴിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കുട്ടി പറക്കുന്നതിന്റെ മുമ്പേ കുട്ടിയോടുള്ള ബാധ്യത തുടങ്ങുന്നു. അതാണ് ഇസ്ലാം. കുട്ടി ഉണ്ടായിട്ടില്ല, എന്നാൽ കുട്ടി ഉണ്ടാകുന്നതിന്റെ മുമ്പ്, കല്യാണത്തിന് മുമ്പ് നമ്മുടെ ചിന്തയിൽ വരേണ്ടത് എനിക്കൊരു കുഞ്ഞുണ്ടാവുമല്ലോ, ആ കുഞ്ഞിനെ പരിപാലിക്കാൻ പറ്റുന്ന, ആ കുഞ്ഞിനെ നോക്കാൻ പറ്റുന്ന ആ ബോധമുള്ള ഒരു പെണ്ണിനെയാണ് ഞാൻ കല്യാണം കഴിക്കേണ്ടത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇത്ര മനോഹരമായ കവിത. കുട്ടികൾ എങ്ങനെ നന്നാവാനാണ്? അവര് കുടിക്കുന്ന മുല അത് ന്യൂനതയുള്ള ഉമ്മമാരുടേതാണെങ്കിൽ, ഉമ്മക്ക് ന്യൂനത ഉണ്ടെങ്കിൽ പിന്നെ ആ കുഞ്ഞിനെങ്ങനെയാണ് സലാഹിയത്ത് വരിക? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വളരെ ഭീതിപ്പെടുത്തുന്ന ഒരു വാക്യം, ഇയ്യാകും, നിങ്ങളെ സൂക്ഷിക്കണേ. അങ്ങനെയൊക്കെ റിപ്പോർട്ടുകൾ കാണാം. ഹലറാഉദ്ദിമനിനെ നിങ്ങൾ സൂക്ഷിക്കണം. സഹാബാക്കൾക്ക് ഇത് തിരിഞ്ഞില്ല. നിങ്ങളെ സൂക്ഷിക്കണം, ഹലറാഉദ്ദിമനിനെയും സൂക്ഷിക്കണം. അപ്പോ സഹാബാക്കൾ ചോദിച്ചു, നിങ്ങളെയും ഹലറാഉദ്ദിമനിനെയും സൂക്ഷിക്കണം.
സൂക്ഷിക്കണം. അതെന്താന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ. അപ്പൊ പറഞ്ഞു നല്ല ചൊറുക്കൊക്കെയുള്ള പെണ്ണ്, പക്ഷേ അവള് വളർന്നത് മോശം സാഹചര്യത്തിലാണ്. ദീന് കുഴപ്പമില്ല, അവരുടെ നിസ്കാരം കുഴപ്പമില്ല, അവരുടെ നന്മകൾ കുഴപ്പമില്ല, വെറും ഭംഗി മാത്രം നോക്കിയിട്ടാണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ അതിന് നിങ്ങൾ സൂക്ഷിക്കണം. അത് വൻ ദുരന്തമാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനൊരു ടേം പോലും ഹബീബ് പഠിപ്പിച്ചു. ഭംഗി മാത്രം നോക്കുക, അവരുടെ മതബോധം നോക്കുന്നേയില്ല. അത് ആ കുടുംബത്തിനും ശേഷമുള്ള തലമുറക്കും വലിയ ഭാരമാകും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. കാരണം അവിടെ മുതലാണ് നമ്മുടെ മക്കളുമായുള്ള ബന്ധം നമുക്ക് തുടങ്ങുന്നത്. ദീനുള്ള പെണ്ണ് സ്ത്രീകൾ കല്യാണം കഴിക്കപ്പെടുന്നത് 4 കാര്യങ്ങൾക്ക് വേണ്ടിയാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 4 കാര്യങ്ങൾ സാധാരണ കല്യാണം കഴിക്കപ്പെടാറുള്ളത്. 4 കാര്യങ്ങൾ. ഒന്ന് ലിമാലിഹ, അവരുടെ സമ്പത്തിന്റെ പേരിലായിരിക്കും. വലി ജമാലിഹ, അവരുടെ ഭംഗിയുടെ പേരിലായിരിക്കും. വലിനസബിഹ, അവരുടെ തറവാടിന്റെ പേരിലായിരിക്കും. വലി ദീനിഹ, അവരുടെ മതബോധത്തിന്റെ പേരിലായിരിക്കും. ഈ 4 കാര്യങ്ങളെ കൊണ്ടാണ് വിവാഹം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ചിലരെ മതം ഇഷ്ടപ്പെട്ടു, നല്ല പെൺകുട്ടിയാണ്. ചിലരുടെ ഭംഗി ഇഷ്ടപ്പെട്ടു, ചിലർക്ക് ആ ബ്യൂട്ടിയിലായിരിക്കും ആകർഷിക്കാം. മറ്റേത് അതൊന്നുമില്ല, ഭംഗിയില്ല, പണമൊന്നുമില്ല, പക്ഷെ ചില തറവാടിന്റെ അഡ്ജസ്റ്റ്മെന്റ് കൊണ്ട് കല്യാണം കഴിക്കുകയാണ്. ഇങ്ങനൊക്കെ ദീനുള്ള പെണ്ണിനെ തെരഞ്ഞെടുക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം നമുക്കൊരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ അതൊരു കുട്ടിയല്ല, അള്ളാന്റെ ഖലീഫയാണ്. ഒരു കുട്ടിയായിട്ട് മാത്രം ചുരുക്കരുത്, അള്ളാഹുവിന്റെ പ്രതിനിധിയാണ്. അള്ളാഹുവിന്റെ പ്രതിനിധിയാകുമ്പോൾ അതുണ്ടാകേണ്ട ഇടം നമ്മളാണ്. നമ്മൾ വളരെ പരിശുദ്ധമാകണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇന്നോക്കും ഈ സൂറത്ത് തുടങ്ങുന്നത് തന്നെ അസ്സാനിയത്തു വസ്സാനി. സാനിയത്ത് എന്ന് പറഞ്ഞാൽ വ്യഭിചരിക്കുന്ന പെണ്ണ്, വസ്സാനി എന്ന് പറഞ്ഞാൽ വ്യഭിചരിക്കുന്ന ആളും. എന്നാൽ കുറച്ചപ്പുറത്ത് അല്ലാഹു ചർച്ച ചെയ്യുന്നുണ്ടല്ലോ, അസ്സാരിഖു വസ്സാരിഖത്തു, കട്ടെടുക്കുന്ന ആണ്, കട്ടെടുക്കുന്ന പെണ്ണ്. രണ്ടും തമ്മിൽ ആ ഒരു സെന്റൻസിന്റെ കൺസ്ട്രക്ഷനിൽ മാറ്റുണ്ട്. വ്യഭിചാരം പറഞ്ഞപ്പോ ആദ്യം കൊണ്ടുവന്നത് പെണ്ണിനെയാണ്. അസ്സാനിയത്തു വസ്സാനി, പെണ്ണ്. അസ്സാനിയത്തു വസ്സാനി. എന്നാൽ കട്ടെടുക്കുന്ന വിഷയം പറഞ്ഞപ്പോഴോ അസ്സാരിഖു വസ്സാരിഖത്തു, അവിടെ പെണ്ണിനെ രണ്ടാമത്, ഇവിടെ പെണ്ണിനെ ഒന്നാമത്. ഉലമാക്കൾ ഇതിന്റെ സാധ്യത, കാരണം അള്ളാന്റെ കലാമാണ്. അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെന്തൊക്കെയോ ചിന്തിക്കാനുണ്ട്. രണ്ടിടത്തും അത്ര ചിന്തിക്കാനില്ല. ഒരു ഭാഗത്ത് പെണ്ണിനെ ആദ്യം പറഞ്ഞു, മറ്റേ ഭാഗത്ത് ആണിനെയും ആദ്യം പറഞ്ഞു. മുഫസ്സിരീങ്ങൾ പറയാണ്, കട്ടെടുക്കണ വിഷയത്തിൽ ആണുങ്ങളായിരിക്കും മുമ്പിൽ. കാരണം അവർക്കാണ് ജീവിത ചെലവുകൾ. വ്യഭിചാരം നടക്കുന്ന വിഷയത്തിൽ വ്യഭിചാരം പലപ്പോഴും അതിന് മുതിരുന്നത് പുരുഷന്മാർ പോലും ആണെങ്കിലും അതിന്റെ പ്രചോദനം, അതിന്റെ കാരണക്കാർ, അതിന് ദ്യോതിപ്പിക്കുന്നത് സ്ത്രീകളായിരിക്കും. അതുകൊണ്ടാണ് വ്യഭിചാരത്തിൽ വലിയ പങ്ക് സ്ത്രീകൾക്കും, മോഷണത്തിൽ വലിയ പങ്ക് പുരുഷന്മാർക്കും. അതുകൊണ്ടാണ് ഒരിടത്ത് അസ്സാനിയത്തു വസ്സാനി, മറ്റിടത്തോ അസ്സാരിഖു വസ്സാരിഖത്തു. കൂടെ ഒരു മസ്അല മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരു പെണ്ണ് വന്നു, ഒരാൾ വന്നു. റമളാനിന്റെ പകലിലാണ് വരുന്നത്. റമളാനിന്റെ പകലിൽ വന്നിട്ട് പറയാണ്, ഞാനിന്ന് റമളാനിന്റെ പകലിൽ എന്റെ ഭാര്യയെ വധു ചെയ്തു പോയി. അപ്പൊ നിബിധങ്ങൾ പറഞ്ഞു, കഫ്ഫിർ, എന്നാൽ നീ കഫാറത്ത് കൊടുക്കണം.
പ്രായചിത്തം ചെയ്യണം. അവിടെ ഉലമാ ഒരു ചർച്ച കൊണ്ടുവരികയാണ്. വദ് ചെയ്തു എന്ന് പറഞ്ഞാൽ ബന്ധപ്പെട്ടു എന്ന് പറഞ്ഞു വന്നപ്പോ കഫിർ എന്നാണ് പറഞ്ഞത്. രണ്ടുപേരും കൂടെയാണല്ലോ ചെയ്തത്. കഫിർ എന്നാണ് പറയേണ്ടത്. നിങ്ങൾ രണ്ടുപേരും പ്രായചിത്തം കൊടുക്കണം. പക്ഷെ കുഫ്രനാക്കി കഫിർ, നീ പ്രായചിത്തം കൊടുക്കണം. എന്നിട്ട് ഇമാമുന ശാഫിഈ തങ്ങൾ ആ സംഭവത്തിൽ നിന്ന് പഠിപ്പിക്കുകയാണ്. എങ്ങാനും നമ്മുടെ ഭാര്യയുമായിട്ട് തന്നെ റമദാൻ പകലിൽ നമ്മൾ ബന്ധപ്പെട്ടു പോയി കഴിഞ്ഞാൽ അതിന് കഫാറത്തുണ്ട്. അത് പുരുഷനാണ് കൊടുക്കേണ്ടത്. കാരണം അവിടെ കഫിർ എന്നാണ് പറഞ്ഞത്. നീ പ്രായചിത്തം കൊടുക്കുക, രണ്ടാളും കൂടെ കൊടുക്കണമെങ്കിൽ കഫിറ എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു. അതൊരു ഇസ്ലാമിന്റെ വശം സാന്ദർഭികമായി പറഞ്ഞു. നാം പറഞ്ഞു വരുന്നത് പുരുഷനാണ് മോഷണത്തിന്റെ വലിയ പങ്ക്, സ്ത്രീയാണ് വ്യഭിചാരത്തിന്റെ വലിയ പങ്ക്. അതുകൊണ്ടാണ് സൂറത്തുൻ നൂറിൽ 30-ാമത്തെ ആയത്തിൽ തന്നെ ഈ ആയത്തിൽ അല്ലാഹു പറയുന്നു, കുല്ലിൽ മുഅ്മിനീൻ, മുത്തനബിയെ നിങ്ങൾ മുഅ്മിനീങ്ങളോട് പറയണേ, യഖുല്ലു മിൻ അബ്സാരിഹിം, അവർ അവരുടെ കണ്ണ് ചിമ്മി നടക്കട്ടെ, വയഹ്ഫദു ഫുറൂജഹും, അവരുടെ ഗുഹ്യ ഭാഗത്തെ അവർ സംരക്ഷിക്കട്ടെ. ഗുഹ്യ ഭാഗത്തെ സംരക്ഷിക്കുക, വ്യഭിചാരത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ മാർഗം ഖുർആൻ പറയുന്നു, യഖുല്ലു മിൻ അബ്സാരിഹിം, കണ്ണുപൂട്ടി നടക്കാൻ. നോട്ടം, നോട്ടമാകുന്നത് സഹമുൻ മസ്മൂമൻ മിൻ സിഹാമി ഇബ്ലീസ്, നോട്ടം വലിയ ദുരന്തമാണ്. ഇന്ന് നമ്മളൊക്കെ ഒരു സങ്കര സംസ്കാരത്തിൽ ജീവിക്കുമ്പോൾ പലപ്പോഴും പലതും കണ്ടുപോകും. പക്ഷേ അത് നോട്ടമായി നിലക്ക് മനഃപൂർവമായി പോകരുത്. നല്ലോണം സൂക്ഷിക്കണം. കാരണം നോട്ടത്തങ്ങൾ സൂക്ഷിക്കണം എന്ന് പറയായിരുന്നു. അങ്ങനെ പറഞ്ഞില്ല. പിന്നെയോ നോട്ടം ഒരമ്പാണെന്ന് പറയാമായിരുന്നു. നോട്ടം ഒരു അമ്പ്, അങ്ങനെ പറഞ്ഞില്ല. വിഷന്തേച്ച അമ്പാണ് നോട്ടമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നിർത്തിയോ, മിൻ സിഹാബി ഇബ്ലീസ്, ഇബ്ലീസിന്റെ അസ്ത്രങ്ങളിൽപ്പെട്ട അമ്പുകളിൽപ്പെട്ട ഒരു വിഷത്തേച്ച അമ്പാണ് നോട്ടമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പുരുഷനെന്ന നിലയ്ക്ക് ഏറ്റവും സൂക്ഷിക്കേണ്ടത് നോട്ടമാണ്. കണ്ണിൽ കാണാൻ പറ്റാത്തത് കാണാതെ നോക്കി പരിപാലിച്ച് സൂക്ഷ്മയോടെ നിങ്ങൾ പൂട്ടിവെക്കുക നിങ്ങളുടെ കണ്ണുകളെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മളൊക്കെ ഇറങ്ങുമ്പോൾ പലതും കണ്ടുപോകും. പക്ഷേ കാണലും നോട്ടവും തമ്മിൽ മാറ്റമുണ്ട്. അത് കണ്ടുപോവുകയാണ്. ആ കാണുന്നതിലേക്ക് ഒരൽപ്പം കൂടെ നമ്മൾ ആ കാണലിൽ നിലനിർത്തി കഴിഞ്ഞാൽ അത് നോട്ടമായി. ആ നോട്ടമോ വിഷം തെച്ച അമ്പാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയുടേതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ സ്ത്രീകളോടോ, ഇത് ആണുങ്ങളോടുള്ള കൽപ്പന, എന്നാൽ പെണ്ണുങ്ങളോടോ കുല്ലിൽ മുഅ്മിനീന യഖ്ളുന മിൻ അബ്സാരിഹിം, പെണ്ണുങ്ങളും കണ്ണുപൂട്ടണം. അവരും അവരുടെ ഗുഹ്യഭാഗങ്ങളെ കാക്കണം. എന്നിട്ട് അവരോട് പറയുകയാണ്, അവർക്ക് കാണിക്കൽ ഹലാലായവരുടെ മുമ്പിലല്ലാതെ ഒരിക്കലും ഭംഗിയെ പ്രദർശിപ്പിച്ചു പോകരുത്. അല്ലാഹു നമ്മുടെ ഭാര്യമാർ മക്കൾക്കൊക്കെ അതിനുള്ള തൗഫീഖ് നൽകട്ടെ. അത് വലിയൊരു അപകടമാണ്. ഈ വാക്യത്തിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, പലപ്പോഴും പുരുഷന്മാർക്ക് നോക്കാനായിരിക്കും ഇഷ്ടം.
നോക്കുക, അവരെങ്ങനെ നോക്കുക. എന്നാൽ സ്ത്രീകൾക്കോ ഖുർആൻ അങ്ങനെ തന്നെ പറഞ്ഞല്ലോ, അവർക്ക് അവരുടെ ഭംഗി അങ്ങനെ പ്രദർശിപ്പിക്കലും അവര് നോക്കപ്പെടലുമായിരിക്കും. ഇത് രണ്ടും നമ്മുടെ നോട്ടവും പ്രദർശിക്കപ്പെടാനുള്ള അവരുടെ താല്പര്യവുമാണ് വ്യഭിചാരത്തിന് ഹേതുകമാകുന്നത്. അതിൽ നമ്മുടെ നോട്ടം പ്രശ്നമാണ് എന്നതുപോലെ ഇതിനേക്കാൾ വലിയതാണ് അവരുടെ ഭംഗി പ്രദർശനം. അതാണ് വ്യഭിചാരത്തിന്റെ വലിയ കാരണം. അതുകൊണ്ടാണ് അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ആലോചിക്കുക, അല്ലാതെ ആലോചിക്കുക, ഇതിന്റെ ശിക്ഷകൾ ആലോചിക്കുക. ഹല്ലല റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരു തവണ സിദ്ദീഖ് തങ്ങളോട് പറയാണ്, ലഖിനി ലഖിനി, സിദ്ദീഖ് തങ്ങളെ എനിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിത്തരി, നാഫഖ ഹല്ലല, ഞാൻ മുനാഫിക്കായി പോയിട്ടുണ്ട്. ഹല്ലല തങ്ങൾ റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്, അവരെ പറ്റി പറയാണ് നാഫഖ ഹല്ലല, മുനാഫിക്കല്ലോ, എനിക്കൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി എനിക്കൊന്ന് തൽഖീൻ ചൊല്ലിത്തരി. അപ്പൊ എന്താ വിഷയം എന്ന് ചോദിച്ചു. വിഷയം ഇങ്ങനെ ചർച്ച ചെയ്തപ്പോൾ വിഷയം റസൂലുള്ളാഹിന്റെ അടുക്കലെത്തി. എന്താണ് ഹല്ലല അങ്ങനെ പറയാനുള്ള കാരണം? ഹല്ലല പറഞ്ഞു, മുത്തുനബിയെ, ഞങ്ങള് നിങ്ങളെ സദസ്സിൽ വന്ന് അങ്ങയുടെ ഉപദേശം അങ്ങനെ കേൾക്കുമ്പോ അങ്ങയുടെ ആ നസീഹത്തും മൗഇദത്തൊക്കെ കേൾക്കുമ്പോ ഞങ്ങൾക്ക് കണ്ണിലിങ്ങനെ സ്വർഗവും നരകവും ഒക്കെ കാണുന്നത് പോലെ ഞങ്ങളിങ്ങനെ നന്നാകും. പള്ളിയിൽ നിന്ന് ക്ലാസ്സൊക്കെ കേട്ട് മുത്തുനബിയെ അങ്ങയുടെ പ്രബോധനമൊക്കെ കേട്ട് പിന്നെ ഞങ്ങൾ ജോലി സ്ഥലത്തേക്കും ഞങ്ങളുടെ കൃഷിയിടത്തിലേക്കൊക്കെ പോയാൽ എല്ലാം മറന്നു പോവാണ്, ഒന്നും ഓർമ്മ വരുന്നില്ല, പലതും കണ്ടുപോവാണ്, പലതും ചിന്തിച്ചു പോവാണ്. അപ്പൊ ഞാനൊരു മുനാഫിക്കായില്ലേ? കാരണം ഇവിടെ ഇരിക്കുമ്പോ എനിക്ക് സ്വർഗവും നരകമൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ നിന്നാണ് പോകുമ്പോ ഞാൻ പറ്റ കേടുവരും ചെയ്യാണ്. മുത്തുനബിയെ, ഞാൻ മുനാഫിക്കല്ല, നാഫഖ ഹല്ലല. മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ലൗ കുൽതും കമാ കുൽതും, നിങ്ങൾ പടാവുള്ള അവസ്ഥ ഉണ്ടല്ലോ, ഇങ്ങനെ പള്ളിയിലിരുന്ന് മുത്ത് ഹബീബിന്റെ ക്ലാസ് കേൾക്കുമ്പോ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു അവസ്ഥ ക്ലാസിന്റെ പുറത്തും കിട്ടുകയാണെങ്കിൽ, മുത്തുനബി പറയാനില്ല, നിങ്ങളെ കടപ്പറയിലും നിങ്ങളെ വഴികളിലൊക്കെ ശരിക്ക് മലായികത്തീങ്ങൾ നിങ്ങളോട് ഇങ്ങനെ സലാം പറയുന്നത്, നിങ്ങൾക്ക് ഇങ്ങനെ ഷെയ്ക്ക് ഹാൻഡ് തരുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതൊരു ഉന്നതമായ ദറജയാണ്. പള്ളിയിലിരിക്കുമ്പോ വഅദ് കേൾക്കുമ്പോ അല്ലാഹനെ ഓർക്കുന്നത് പോലെ സ്വർഗ്ഗവും നരകവും അനുഭവിക്കുന്നത് പോലെ പുറത്ത് അങ്ങാടി വഴികളിലേക്ക് എത്തുമ്പോഴും ഈ അല്ലാഹ് എന്ന സ്വർഗ്ഗം നരകമെന്ന ചിന്തയുണ്ടെങ്കിൽ എന്താണ് ഇതിന്റെ റിസൾട്ട്? മലായികത്തീങ്ങൾ അവിടുന്ന് ഇവിടുന്നൊക്കെ വന്നിട്ട് നമുക്കിങ്ങനെ ഷെയ്ക്ക് ഹാൻഡ് തന്ന് നമ്മളോട് സലാം പറയുന്നത് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ വലാകിൻ യാ ഹല്ലല സാഅതു വസാഅ, അത് കുറച്ചു നേരം, പിന്നത് കുറച്ചു നേരം, അത് മനുഷ്യൻ്റെതാണ്. എപ്പോഴും വയന്ന് കേട്ടിരിക്കാൻ പറ്റൂലല്ലോ. മനുഷ്യനാകുമ്പോ കുടുംബത്തെ നോക്കണം, പണിയെടുക്കാൻ പോകണം, കൃഷിയിടത്തിലേക്ക് പോകണം. അപ്പോഴൊക്കെ ഇതിങ്ങനെ കുറച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് അങ്ങനത്തെ ദിക്റുകൾ, അങ്ങനത്തെ മൗഇദത്തുകൾ നമ്മൾ വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടിരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചുരുക്കത്തിൽ വ്യഭിചാരം മഹാപാതകം, അതിന്റെ വലിയ പങ്കാർക്കാണ്, സ്ത്രീകൾക്കാണ്. റസൂലുള്ളാഹിന്റെ വാക്ക് നോക്കൂ നിങ്ങൾ. ഇംറഅത്തൻ, ഒരു സ്ത്രീ, തസയ്യനത്, അവൾ നല്ല മഞ്ചായി, വതഅത്തറത്, അത്തറും തേച്ചു, പെർഫ്യൂം. നമുക്ക് ബസ്സിൽ പോകാൻ കഴിയുന്നില്ല. രാവിലെ സമയത്തൊന്നും കുട്ടികളൊക്കെ, നമ്മുടെ പെൺകുട്ടികൾ പോലും കലാലയത്തിലേക്കൊക്കെ പോകുമ്പോൾ വല്ലാത്ത പെർഫ്യൂം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പുറത്തേക്ക് വരുന്ന ആകർഷിക്കുന്ന പെർഫ്യൂം ഉപയോഗിക്കൽ തെറ്റാണ്, ഇസ്ലാമികമായി അപരാധമാണ്.
റസൂലുള്ള പറഞ്ഞതെന്താ? ഭംഗിയായി അത്തറും തേച്ചു പോയാൽ അവർക്ക് അല്ലാഹുവിന്റെ ശാപം വരുന്നതാണ്. ഒന്ന് മാത്രമല്ല, ഒരു പെണ്ണങ്ങനെ പെർഫ്യൂം എന്ന് വെച്ചാൽ അപ്പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യുന്ന അന്യപുരുഷനിലേക്ക് എത്തുന്ന അത്യാദി സുഗന്ധങ്ങൾ ഉപയോഗിച്ച് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവളെ കണ്ടുകൊണ്ട് പിശാച് അവരുടെ പതാക ഉയർത്തി പോരടി പോരടി എന്ന് പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹുഫത്തിൽ ജന്നത്തു ബിൽ മകാരിഹ്. നമുക്ക് വെറുപ്പുള്ള കുറേ കാര്യങ്ങളെ കൊണ്ടാണ് സ്വർഗം വലയം ചെയ്തിട്ടുള്ളത്. റിസ്ക് ഉള്ള പല കാര്യങ്ങളും ചെയ്താലേ സ്വർഗം കിട്ടുള്ളൂ. എന്നാൽ നരകമാണെങ്കിലോ നമ്മുടെ മനസ്സിൽ തോന്നുന്ന മനസ്സിന്റെ ഇച്ഛകൾ, അത് ഇത് അങ്ങനെ ഇതൊക്കെ ചെയ്താൽ കിട്ടുന്നതാണ് നരകം. അതുകൊണ്ട് നരകം വലയം ചെയ്തു. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നമ്മള് വ്യഭിചാരത്തെ പറ്റി ചർച്ച ചെയ്തു. പക്ഷേ ഈ വ്യഭിചാരത്തെ പറ്റി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എല്ലാ മനുഷ്യർക്കും വ്യഭിചാരത്തിൽ നിന്നുള്ള ഓരോ വിഹിതമുണ്ട്. അതെങ്ങനെ? കണ്ണുകൾ വ്യഭിചരിക്കും. കണ്ണുകൾ എങ്ങനെ വ്യഭിചരിക്കാം? കണ്ണിന്റെ വ്യഭിചാരം നോട്ടമാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അതുപോലെ നമ്മുടെ ചെവികളും വ്യഭിചരിക്കും. അതെങ്ങനെ? കേൾവിയാണ്. കരങ്ങളും വ്യഭിചരിക്കും. തൊടാൻ പറ്റാത്ത എവിടെയെങ്കിലും ഒരു ചെറിയ സ്പർശനം ആരെയെങ്കിലും അങ്ങനെ സ്പർശിച്ചാൽ അത് കയ്യിന്റെ വ്യഭിചാരമാണ്. പിന്നെയോ കാലുകൾ വ്യഭിചരിക്കും. അതെങ്ങനെ? ഒരു വ്യഭിചാരത്തെ അല്ലെങ്കിൽ ഒരു തെറ്റി കാണുന്നതിനെ ഉദ്ദേശിച്ച് നടന്നാൽ അത് കാലിന്റെ വ്യഭിചാരമാണ്. വായക്കും വ്യഭിചാരമുണ്ട്. ഹൃദയത്തിനുമുണ്ട്. ഹൃദയത്തിന്റെ ആഗ്രഹം ഹൃദയത്തിന്റെ വ്യഭിചാരമാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എന്നിട്ട് നമ്മുടെ ഗുഹ്യഭാഗമോ ഇതൊക്കെ അങ്ങനെ വരുമ്പോഴാണ് യഥാർത്ഥ വ്യഭിചാരം നടക്കുന്നത്. അത് ചിലപ്പോ നടക്കും, നടക്കാതിരിക്കും. നടന്നാലും ഇല്ലെങ്കിലും ഇതിന്റെ മുമ്പ് കണ്ടതും കേട്ടതും പറഞ്ഞതും തൊട്ടതും നടന്നതുമെല്ലാം ഓരോ അവയവത്തിന്റെ വ്യഭിചാരമാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ടാണ് പറഞ്ഞത് റസൂലുള്ള ഇദാ ഖലാ ബിൽ മുഹറം. ഒരാള് തെറ്റൊന്നും ചെയ്യാത്ത ഒരാളാണ്. കാരണം അയാൾക്ക് സാഹചര്യം കിട്ടിയിട്ടില്ല. പക്ഷേ സാഹചര്യം കിട്ടിയിട്ട് തെറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ അവന്റെ അമലിന് അല്ലാഹു ഒരു അരപുല്ലിന്റെ വില കൊടുക്കൂല. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അവൻ തെറ്റൊന്നും ചെയ്യുന്നില്ല. പക്ഷേ ഹറാമിലേക്ക് എത്തിയാലും തെറ്റ് ചെയ്യരുത്. അങ്ങനെ സാഹചര്യം കിട്ടിയാൽ തെറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അല്ലാഹു അവൻ നിസ്കരിക്കുന്നതും ഖുർആൻ ഓതുന്നതും നോമ്പെടുക്കുന്നതും പരിഗണിക്കുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആലോചിച്ചു, മോസ്റ്റ് ഹാൻസം, ഭയങ്കര ചുറുക്കുള്ള വ്യക്തിത്വമായിരുന്നു സയ്യിദുന പ്രവാചകരിൽ യൂസുഫ് അലൈഹിസ്സലാം. ഭയങ്കര ഏറ്റവും വ്യഭിചാരത്തിന്റെ മൂർധന്യ ദിശ. ആരാ വരുന്നത്? അസീസ് രാജാവ്, അക്കാലത്തെ രാജാവിന്റെ പത്നിയാണ് സലീഹ. സുലൈഖ എന്നൊക്കെ പറയും. ശരിക്ക് അതിന്റെ ഒരു അസില് സുലൈഖ, മറ്റൊരു റിവായത്തിൽ സലീഹ. ഏതായാലും അവര് വന്നിട്ട് വ്യഭിചാരത്തിന് നിർബന്ധിക്കാന്ന് മാത്രല്ല, അവരോട് പറയാണ്, എനിക്ക് നിന്ന് തന്നിട്ടില്ലെങ്കിൽ ഈ ജയിലിൽ അഴിയെണ്ണി ജീവിക്കേണ്ടി വരും. നമുക്കറിയാം ആ സംഭവം. പക്ഷെ അവിടെ സയ്യിദുന യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നൊരു വാക്കുണ്ടല്ലോ, റബ്ബി
അസ്സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി. ഇവരൊക്കെ എന്നെ ഈ ശരിക്കുള്ള വിചാരമുണ്ടല്ലോ, അതിനെക്കാട്ടി എനിക്ക് നല്ലത് ആ ജയിലാണ്. ജയിലാണ് എനിക്കിഷ്ടം. എന്നാലും ഇത് ചെയ്യാൻ പറ്റൂല. അള്ളാഹു നമുക്ക് ആ ബുർഹാന് പ്രദാനം ചെയ്യട്ടെ. അല്ലാത്തൊരു മൊമെന്റാണ്. യൂസുഫ് അലൈഹി ഇസ്ലാമിനെ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹിനെ പറ്റിയുള്ള ആ ബുർഹാൻ, അള്ളാഹ് കാണുന്നുവെന്ന യഥാർത്ഥമായ ബോധം എനിക്കില്ലായിരുന്നുവെങ്കിൽ അപകടം സംഭവിക്കുമായിരുന്നു. കാരണം ഒരു രാജ്ഞി, അവരും നല്ല ചുരുക്കുണ്ട്, തെറ്റിനുള്ള സാഹചര്യമുണ്ട്. മാത്രമല്ല തെറ്റ് ചെയ്തില്ലെങ്കിൽ വലിയ ശിക്ഷയാണ്. തെറ്റ് ചെയ്താലല്ല, തെറ്റ് ചെയ്തില്ലെങ്കിൽ ജയിലിലേക്ക് പോകേണ്ടി വരും. അവളെ തെരഞ്ഞെടുക്കാണ്. ആ ജയിലാണ് എനിക്കിഷ്ടം. ഇവരെന്നെ ഈ ക്ഷമിക്കുന്ന തമ്മാടിത്തരത്തേക്കാൾ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. അവസാനം അവിടെ ഒറ്റ പോയിന്റ് കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അവസാനം അസീസ് രാജാവിനെ മനസ്സിലാക്കുന്നുണ്ടല്ലോ, ഈ തെറ്റ് ചെയ്യാൻ ഈ ഒരു സംഭവത്തിന് പ്രേരിപ്പിച്ചത് എന്റെ ഭാര്യ തന്നെയാണ്, അല്ലാതെ യൂസുഫ് നബി അലൈഹിസ്സലാം അല്ല. എങ്ങനെയാണ് നമുക്കറിയാം. ഇതൊരു വലിയ പ്രശ്നമായി വന്നപ്പോ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഡ്രസ്സിന്റെ മുൻഭാഗമാണ് കീറിയതെങ്കിൽ ഉത്തരവാദി ആരെന്നെ? യൂസുഫ് അലൈഹിസ്സലാം. അതല്ല, പിന്നെന്താണ് കീറിയതെങ്കിൽ ബാക്ക് ഭാഗത്ത് നിന്നാണ് കീറിയതെങ്കിൽ അവിടെ സലീഹയാണ് കളവ് പറഞ്ഞത്. സലീഹയാണ് അതിന് ഉത്തരവാദി. നോക്കിയപ്പോ ബാക്കിൽ നിന്നാണ് കീറിയിട്ടുള്ളത്. യൂസുഫ് അലൈഹിസ്സലാം ഇതിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുകയും സുലൈഖ പിന്നിൽ നിന്ന് വലിച്ചവരൊക്കെ വലിയ മഹാന്മാരായി. അള്ളാഹു കബൂലാക്കട്ടെ. റളിയല്ലാഹു അൻഹു പിന്നിന്ന് വലിച്ചതാണ്. അപ്പൊ രാജാവിന് ബോധ്യപ്പെട്ടു, എന്റെ ഭാര്യ ഒപ്പിച്ച് പടിയല്ലേണല്ലോ. അപ്പൊ പറഞ്ഞൊരു വാക്കുണ്ട്, പെണ്ണുങ്ങളെ, ഇങ്ങളെ ചതി വല്ലാത്തൊരു ചതി തന്നെയാണ്. കാരണം പത്നി പറഞ്ഞപ്പോ വിശ്വസിക്കാണ്. യൂസുഫ് അലൈഹി ഇസ്ലാമിനെ ജയിലിലേക്ക് ഇടാതിരിക്കാണ്. ഇത് ബോധ്യപ്പെട്ടപ്പോ പറഞ്ഞു, ഇന്ന കൈതകുന്ന അദീം, നിങ്ങൾ വല്ലാത്തൊരു ചതി തന്നെയാണല്ലോ ചെയ്യുന്നത്. അത് ആ ഒരു പെണ്ണിനെ പറ്റി മാത്രല്ല. അങ്ങനെയാണെങ്കിൽ കൈതക്കി എടി സുലൈഖ, എന്റെ ചതി എന്ന് പറയാമായിരുന്നു. നമ്മൾ ആണുങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. സ്ത്രീകളോട് ഖുർആൻ പറഞ്ഞ പ്രഖ്യാപനമാണ്. നിങ്ങളെ ടേബിൾ എന്നൊക്കെ പറയാൻ അങ്ങനൊക്കെ ഒരു പ്രയോഗമുണ്ട്. നിങ്ങളെ ചതി അതൊരു വല്ലാത്ത ചതി തന്നെയാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് നമ്മൾ നല്ല സൂക്ഷിക്കണം. ഇതേ ഇസ്ലാം ഇബ്ലീസിന്റെ സ്ത്രീകളുടെ ചീറ്റിംഗ് വെച്ച് നോക്കുമ്പോ ഇബ്ലീസിന്റെ ചീറ്റിംഗ് ഒക്കെ അത് വളരെ ദുർബലമാണല്ലോ. എത്രയോ ആളുകൾ നശിച്ച് ഒതുങ്ങി ഒന്നും അല്ലാതായി പോകുന്നത് നിങ്ങളെ ചതി കൊണ്ടാണല്ലോ. അല്ലാഹു നമുക്ക് ആ ബോധത്തോടുകൂടെ ജീവിക്കാൻ സ്ത്രീകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. നമ്മുടെ ഭാര്യമാർ, നമ്മുടെ വീട്ടിലെ സഹോദരിമാർ, മക്കൾ പറഞ്ഞെടുക്കണം. ഈ ഹദീസും ഈ ആയത്തും അതിന്റെ പുറമെ നമ്മളൊക്കെ പലപ്പോഴും പുറത്തിറങ്ങുന്നവരും ഇടപെടുന്നവരുമാണ്. പറഞ്ഞ എന്താണ്? പെണ്ണുങ്ങളെ, നിങ്ങളുടെ ചതി വല്ലാത്തൊരു ചതി തന്നെയാണല്ലോ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് അള്ളാന്റെ ഖലീഫയാണ് നമ്മുടെ ഏറ്റവും വലിയ ആനന്ദം. അള്ളാഹ് പറഞ്ഞു കൊടുത്ത് നിൽക്കുക, അള്ളാഹു പറഞ്ഞു കൊടുത്ത് നിൽക്കുക. അള്ളാഹ് ഹലാലാക്കിയതിനെ തഹ്ലീലു മാ അഹല്ലല്ലാഹ് വ തഹരീമു മാ ഹറമല്ലാഹ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. يا رب يا الله يا رحمن يا الله يا رحيم يا الله. നിങ്ങൾ ചൊല്ലിയതൊക്കെ സ്വീകരിക്കണേ അല്ലാഹ്, ഖബൂലാക്കണേ അല്ലാഹ്. ലാത്തിന്റെയും പുണ്യം ത്വാഹ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റെല്ലാ അംബിയാ സിദ്ദീഖീങ്ങൾ ശുഹദാ സ്വാലിഹീങ്ങളിലേക്കൊക്കെ എത്തിക്കണേ അല്ലാഹ്. അവരെയൊക്കെ ദറജ ഉയർത്തി അവരെ മദദ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവർക്ക് എത്തിച്ചവരെ ഖബറുകൾ സ്വർഗ്ഗമാക്കണേ അല്ലാഹ്.
റബ്ബേ ഞങ്ങൾക്ക് ഞങ്ങളെ മാതാപിതാക്കൾ ഉസ്താദുമാർ വേണ്ടപ്പെട്ട എല്ലാവർക്കും ഞങ്ങളെ സ്നേഹിക്കുന്നവർ സഹായിക്കുന്നവർ എല്ലാവർക്കും പാപങ്ങളൊക്കെ പുറത്തു തരണയല്ല. ഈമാനും തഖ്വയും മഅരിഫത്തും നൽകണയല്ല. നീ തന്ന ശരീഅത്ത് മുറുകെ പിടിച്ച് ജീവിക്കാൻ തൗഫീഖ് നൽകണയല്ല. ഞങ്ങൾ ഈ ഖുർആൻ ക്ലാസ്സിൽ വരുന്നതും ചർച്ച ചെയ്യുന്നതും പഠിക്കുന്നതും ഞങ്ങൾക്ക് നാളെ സ്വർഗ്ഗലോകത്തേക്കുള്ള ഒരു മുതൽ കൂട്ടാക്കണയല്ല. ഞങ്ങളെ കാക്കണയല്ല, ഉയർച്ചയിലാക്കണയല്ല, നന്മയിലാക്കണയല്ല, ഹൃദയത്തെ ശുദ്ധീകരിക്കണയല്ല, ഇബാദത്തുകളിൽ മധുരം നൽകണയല്ല. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ഇന്നത്തെ ചീഞ്ഞ് നൽകിയത് പ്രത്യേകം ഒരു സഹോദരൻ അല്ലാഹുവേ, അവരുടെ കുടുംബത്തിൽ നിന്നൊക്കെ മരിച്ചുപോയവർ, അവരുടെ മാതാപിതാക്കൾ, സഹോദരനടക്കം എല്ലാവർക്കും അതിൻ്റെ പുണ്യം ചേർക്കണയല്ലാ. ഖബറുകളെ സ്വർഗമാക്കണയല്ലാ. സന്തോഷം നിറച്ചു കൊടുക്കണയല്ലാ. ജീവിക്കുന്നവർക്കൊക്കെ ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി നൽകണയല്ലാ. ربنا توفنا مسلمين والحقنا بالصالحين آمين برحمتك يا أرحم الراحمين وبفضل صلى الله على محمد صلى الله على محمد. اللهم صل على سيدنا محمد والآل والصحابة وسلم.